ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമ്മളപ്പോൾ ഇന്ന് വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒരു സിനിമയ്ക്ക് വന്ന് വിചാരിച്ചു. അപ്പം കുറേ ദിവസമായി സിനിമയ്ക്ക് പോയിട്ട്. എന്താണെന്ന് വെച്ചാൽ ആർദ്രക്കുട്ടൻ സ്കൂൾ തുറന്നില്ലേ, ഇനി പഴയ പോലെ ഓടി ഓടി പോകാൻ പറ്റത്തില്ല. ഒക്കെ പഠിക്കാനുണ്ടാവും, അങ്ങനെ ജോലികളുണ്ടാവും, അങ്ങനെ ഒരുപാട് പണികളില്ലേ. അപ്പം തിരക്കിലാണ് എല്ലാവരും. അപ്പം ഇന്ന് വെറുതെ ഇരുന്നാണ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വ്യസന സമേതം കുടുംബമിത്രാദികൾ, അനശ്വരയുടെ സിനിമയാണ്. എല്ലാവരും നല്ല സിനിമയാണെന്ന് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് ഇങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടമെന്ന് അറിയാമല്ലോ, ചെറിയൊരു കോമഡി പോലെ സന്തോഷമുള്ളൊരു സിനിമ. ആർദ്രക്കുട്ടന് ഈ സിനിമയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇടിയില്ല. പുള്ളിക്കാരിക്ക് മാസ് സിനിമകളാണ് ഇഷ്ടം, അടിയുള്ള സിനിമ. അന്നേരം വേണ്ട പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഐസ്ക്രീം വാങ്ങാം എന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷയിൽ ആർദ്രക്കുട്ടൻ സിനിമയ്ക്ക് വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. നമ്മളിറങ്ങിയപ്പോൾ മഴ പെയ്തു തുടങ്ങി. അയ്യപ്പൻ്റെ അമ്പലം അറിയോ ഫ്രണ്ട്സ് എല്ലാവർക്കും? ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ വന്നു. ആർദ്രക്കുട്ടൻ ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന്. അവിടെ വന്നെന്ന് രണ്ടുപേരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നമ്മളിത്തിരി നേരത്തെ പോയി വന്നത് കേട്ടോ. എനിക്ക് വേറെ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു അടൂർ വന്നിട്ട്, അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് ചെറുകിയ വന്നത്. അങ്ങനെ ആദ്യമേ ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെന്ത് എൻ്റെ കാലൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്? സോറി കേട്ടോ, എഡിറ്റ് ചെയ്യാൻ മറന്ന്. ആർദ്രയുടെ പണിയാണ്. അങ്ങനെ ആദ്രകൂട്ടം വരുന്നത് തന്നെ ഐസ്ക്രീം വാങ്ങാനാണ്. സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഐസ്ക്രീം, ലേസ്, പോപ്കോൺ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പോപ്കോൺ ഇഷ്ടമല്ല കേട്ടോ, ഐസ്ക്രീം നേരത്തെ കിട്ടണം. വാങ്ങിയല്ലോ. ചേട്ടനെ കുടിക്കണം, അപ്പോൾ ഐസ്ക്രീം കഴിക്കണം. ഇത് രണ്ടുപേരും ഇതിനു വേണ്ടി വരുന്ന കേട്ടോ സിനിമയ്ക്ക് വിളിച്ചാൽ. അങ്ങനെ നല്ല നല്ല കോഫി ടീ ആണ് കേട്ടോ ഇവിടുത്തെ. കോഫിയല്ല, ടീ ആണ്, നല്ല ടീ ആണ് ഇവിടുത്തെ. അങ്ങനെ ടീ ഒക്കെ വാങ്ങി ഞങ്ങൾക്ക് റെഡിലായിരുന്നു. ഞാൻ റെഡിൽ മാത്രമേ ബുക്ക് ചെയ്യാറുള്ളൂ, കാരണം 3 സീറ്റുള്ള അടുത്ത്. അതാകുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് സുഖമായിട്ടിരുന്ന് സിനിമ കാണാം. ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കാരണം ഈ സിനിമ അത്ര നല്ലതൊന്നും ആർക്കും മനസ്സിലായിട്ടുണ്ടാകത്തില്ല. ഇത് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും എന്നെ കുറ്റം പറഞ്ഞു. സാധാരണ ഫുള്ളല്ലേ എന്നും വരുമ്പം, ഇവിടെ കൊള്ളത്തില്ലായിരിക്കും പന്ന സിനിമ എന്ന് പറഞ്ഞ് കുണുകുണാ പറയാൻ തുടങ്ങി രണ്ടുപേരും. കാരണം ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് വരുമെന്നല്ല, അത് അതിനെക്കുറിച്ച് നോക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല വരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു, നല്ല സിനിമയാണ്. അതിൽ ഐസ്ക്രീം തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീടെടുക്കുമ്പോൾ എന്നെ കളിയാക്കുന്നു. അങ്ങനെ എന്തോ പറയുന്നേ, ഒത്തിരി ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ സിനിമ തുടങ്ങിയിരിക്കുന്നു ഫ്രണ്ട്സ്. എല്ലാവരും പോയി കാണും കേട്ടോ, നല്ല സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ള സിനിമ. തുടങ്ങിയതും ഇൻ്റർവെൽ ആയതുപോലും അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ സാധാ സിനിമകളിരുന്ന് കുറേ നേരം ഇല്ലേ, നമുക്ക് ബോറടിക്കുന്ന പോലെ തോന്നുന്നല്ലേ. ഇതിലങ്ങനെയില്ലായിരുന്നു, ഇൻ്റർവെൽ പോലും അറിഞ്ഞില്ല. പിന്നെയും പോയി പോപ്കോണും ചേട്ടന് ചായയും എല്ലാം വാങ്ങി വന്നു. പോപ്കോൺ കഴിക്കത്തൊന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിലിരുന്നത് മേടിച്ചതാണ്. പുള്ളിക്കാരി ലേസാണ് വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇൻ്റർവെല്ലൊക്കെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്ന് തിരിച്ച് സിനിമ കഴിഞ്ഞ് ഇറങ്ങി. ഫുഡ് പിന്നെ നമ്മുടെ മെയിനാണല്ലോ. ഇവിടെ വന്ന് ഫുഡും കഴിച്ചില്ല കേട്ടോ. ഫുഡ് പാഴ്സൽ വാങ്ങിയാലേ വീട്ടിൽ പോയിട്ട് പകുതി കഴിച്ച് ബാക്കി ലിലിക്കും ഓർക്കൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെ സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്.